മഴയുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കേൾക്കാവോ? ഹലോ, ഇപ്പൊ കേൾക്കാവോ? ഗുഡ് മോർണിംഗ്. എല്ലാരും മ്യൂട്ട് ചെയ്തിട്ട് ഒരാള് സംസാരിക്കുക, അപ്പം വ്യക്തമാവും. അതാ എല്ലാരും മ്യൂട്ട് ചെയ്ത് പറയുന്നത് കേൾക്കാവോ ഇപ്പം? ഇതാരെവിടെ സംസാരിക്കുന്നേ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരാള് അത് മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിന് ഫുള്ള് ഡിസ്റ്റർബൻസ് ആവും. ആകെ നിങ്ങൾക്ക് 1 hour ആണ് നമുക്ക് ക്ലാസ് തരുന്നത്. അപ്പൊ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയാൽ നമ്മുടെ ക്ലാസ് അതിന്റെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കാം. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ദിവസം തന്നെ ലക്ഷ്മി ഈ ബാച്ചിലുള്ളതാണോ എന്ന് എനിക്കറിയില്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മൊഡ്യൂള് ഇത് ചോദിച്ചുകൊണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടുന്ന് ഫസ്റ്റും സെക്കൻഡിന്റെ മൊഡ്യൂളിന്റെ. ഓക്കെ, ആദ്യം തന്നെ ക്ലാസ് തുടങ്ങിയപ്പോ നിഷ് ടീച്ചർ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ കയറിയപ്പോ ഓൾറെഡി പറഞ്ഞതാണ് മൊത്തം 52 ചാപ്റ്റേഴ്സ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും കൂടി 35 ചാപ്റ്റർ വരും. ബാക്കിത്തെ 17 ചാപ്റ്റർ നെക്സ്റ്റ് മൊഡ്യൂളിൽ, തേർഡും ഫോർത്തും മൊഡ്യൂളിൽ വരുന്നതാന്നൊക്കെ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറുമ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോ ഫസ്റ്റും സെക്കൻഡിന്റെ മൊഡ്യൂളിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് PDF ആയിട്ട് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ടീച്ചേഴ്സ് കയറുമ്പോ അവർ എടുക്കുന്ന ചാപ്റ്റർ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സില് ഞാനത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ടീച്ചേഴ്സും അതെല്ലാവരും വീണ്ടും പറയുന്നതാണ്. ഓരോ ടീച്ചേഴ്സിന് നിങ്ങൾ ഓരോ ബുക്ക് വെച്ചെടുക്കുക. ആ ബുക്കിന്റെ ഫ്രണ്ടിൽ ആ ടീച്ചേഴ്സിന്റെ പേര് എഴുതുക. ചാപ്റ്ററിന്റെ നിങ്ങൾ ആ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ഹെഡിങ് നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇൻട്രൊഡക്ഷനാ പറഞ്ഞത്. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലെ? അപ്പൊ അതിനകത്ത് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഹോസ്പിറ്റല്, പിന്നെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷനൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ അതിനകത്ത് വേറെ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് വന്നത്, അതിന് മുന്നുള്ള ഹോസ്പിറ്റൽസിന്റെ ചരിത്രം എങ്ങനെയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ മാം, സൗണ്ട് തീരെ ക്ലിയർ ആവുന്നില്ല, പലരും മ്യൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? മാം പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട്, പക്ഷെ ആരൊക്കെയോ മ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മാമിന്റെ പേരെന്താ? എന്റെ പേര് രമ്യ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ. പേരെന്നോട് പറയാവോ? രമ്യ. ഞാൻ പറഞ്ഞോളാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോ അവരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്കൊരു കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീണ്ടും ഞാൻ പറയാം, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണതിന് മുമ്പ് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫുൾ ഓൾ മ്യൂട്ട് ഇവിടെ നിന്ന് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, എനിക്ക് നിങ്ങളുടെ ആ റെസ്പോൺസ് കിട്ടണം. ഇപ്പൊ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയോ എനിക്ക് ഇടയ്ക്ക് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഫുൾ മ്യൂട്ട് ചെയ്ത് വെക്കാത്തത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. ഓക്കെ, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഞാനിവിടെ നോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അതിനകത്ത്
നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിന്റെ ഇന്നത്തെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്ന ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഇതും നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് അതിനകത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ ഓഫ് എയർലി ഇറ BC 500 AD. AD 500 വരെയുള്ള ആദിമ ഹോസ്പിറ്റലിന്റെ ഒരു ഹിസ്റ്ററി ചരിത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. BC 500 വരെയുള്ള ആദിമ ഹോസ്പിറ്റലിന്റെ ഒരു ചരിത്രം ഹിസ്റ്ററിയാണ് നോക്കുന്നത്. ഫസ്റ്റ് നോക്കാം, ഫസ്റ്റ് പാരഗ്രാഫ്. Early, the medical treatment was always recognized as religious services and ceremonies. പണ്ട് കാലങ്ങളിൽ ഈ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇത് റിലീജിയസ് സർവീസ് മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും സെറിമണീസ് എന്ന് പറഞ്ഞ ചടങ്ങുകളുടെ ഒക്കെ ഭാഗമായിരുന്നു പണ്ട് കാലത്തുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റിലീജിയസുമായിട്ട് കണക്ട് ചെയ്താണ്. മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ആ ഓരോ ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻ ഓർ മെഡിക്കൽ മെൻ കെയറിംഗ് ഫോർ സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. ഇവിടെ ആരാണ് ഫിസിഷ്യൻ ആണെന്ന് പറയുന്നത്? പ്രീസ്റ്റ് ആണ്. അപ്പൊ ഏർലി ഇറയില് ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റിനാണ് അവിടെ ഫിസിഷ്യന്റെ റോൾ എന്ന് പറയുന്നത്. പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻ ഓർ മെഡിക്കൽ മാൻ കെയറിംഗ് ഫോർ സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ അതായത് നമ്മുടെ ആത്മാവിനെ പരിപാലിക്കുന്നവര്, നമ്മുടെ മൈൻഡിനെ ബോഡിയെ ഹലോ പറഞ്ഞു. ഇടയിൽ ആരോ സംസാരിക്കുന്ന കാരണം ക്ലാസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, ഒന്നും ക്ലിയർ ആവുന്നില്ല. ഒരു മെയിൽ പേഴ്സൺ ആണ് സംസാരിക്കുന്നത്. മാമിന്റെ അവിടെ തന്നെയാണ് ശബ്ദം വരുന്നെന്ന് തോന്നുന്നു. അതെ അതെ, മാമിന്റെ അവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. അവിടെ എന്തോ സംസാരിക്കുന്നത് കേൾക്കണേ ബാക്ക്ഗ്രൗണ്ടിൽ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? നിങ്ങളൊന്ന് പറയുക, എന്നാലാണ് നമുക്ക് ക്ലാസ് അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാം, അതുകൊണ്ട് ക്ലാസ് ക്ലിയർ ആയി കേൾക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ആ ഡിസ്റ്റർബൻസ് ഇല്ല മാം. ഓക്കെ, നമ്മള് ചാപ്റ്റർ 2 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ നമ്മള് ഇപ്പത്തെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന വരെയുള്ള ഹോസ്പിറ്റലിന്റെ ചരിത്രം, ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഏത് പറഞ്ഞ ഹോസ്പിറ്റൽസ് ഓഫ് എയർലി ഇറ BC 500 AD. AD 500 വരെയുള്ള ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. BC 500 AD. അപ്പൊ നോക്കിയേ, AD 500 വരെയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോ നോക്കുന്നത്. അതില് ഫസ്റ്റ് നോക്കിയേ, ഏർലി പണ്ട് കാലത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസിന്റെ ഭാഗമായിരുന്നു. മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മന്ത്രവാദമൊക്കെ ചെയ്ത് അങ്ങനെ ഓരോ അവർക്ക് ആ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, early the medical treatment was always recognized as religious services and ceremonies. മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രീസ്റ്റ് വേർ ഓൾസോ ഫിസിഷ്യൻ. ഇവിടെ ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്ത് പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? പ്രീസ്റ്റ് ആരാണ്? പുരോഹിതൻ. അവിടെ എന്ന് പറഞ്ഞ ഡോക്ടർ, ആ ഫിസിഷ്യൻ എന്ന് പറയുന്നത് പ്രീസ്റ്റ് ആണ്. അവിടെ അപ്പൊ ആർക്കാണ്? ആ പ്രീസ്റ്റിനാണ് ഫിസിഷ്യന്റെ റോള്. ഓക്കെ, പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻ ഓർ മെഡിക്കൽ മെൻ കെയറിംഗ് ഫോർ സ്പിരിറ്റ്. നമ്മുടെ സ്പിരിറ്റ്, ആത്മാവിനെ പരിപാലിക്കുന്നവർ, മൈൻഡ് ആൻഡ് ബോഡി, നമ്മുടെ ബോഡീനെ ഒക്കെ സ്വാധീനിക്കുന്നത്, നമ്മുടെ മനസ്സിനെ ബോഡീനെ ഒക്കെ സ്വാധീനിക്കുന്നത്, ആത്മാവിന് സ്വാധീനിക്കുന്നവര്, പിന്നെ മെഡിസിൻ മാനായിട്ട് ഫിസിഷ്യനായിട്ടൊക്കെ അവിടെ ആക്ട് ചെയ്തത് ആരാണ്? ആ റോൾ എന്ന് പറയുന്നത് പ്രീസ്റ്റിനാണ്.
Priest or doctor came under the ruling classes with the great political influence. അതായത് പറഞ്ഞേക്കുന്ന ഗ്രീറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. പുരോഹിതന്മാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഒക്കെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു. ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. അവർക്കുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ടെമ്പിൾസോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒക്കെയാണ് അവിടെ മീറ്റിംഗ് പ്ലേസ്. അവർക്കുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്, അവർ മീറ്റ് ചെയ്യുന്ന പ്ലേസ് ടെമ്പിൾസ് ആവാം അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആവാം. ഓക്കെ, അതിനകത്ത് ഈ ഹോസ്പിറ്റൽസ് ഓഫ് ഏർലി ഇറയില് നമ്മൾ ഹോസ്പിറ്റൽസിന്റെ മെയിൻ ആയിട്ട് 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിന്റെ പേരുകൾ നോക്കണം കേട്ടോ. അപ്പൊ ഏർലി ഇറയിൽ വരുന്ന ഹോസ്പിറ്റൽസിന്റെ പേരുകളാണ് നോക്കുന്നത്. ഫസ്റ്റ് വരുന്നതാണ് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. Mesopotamian hospitals. Second one, Greek hospitals. Third, Roman hospitals. Fourth one, Arabic hospitals. Next, fifth one ആണ് Indian hospitals. അപ്പോ ഏർലി ഇറയില് AD 500 AD വരെയുള്ള ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അവിടെ ഹോസ്പിറ്റൽസിനെ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ജസ്റ്റ് ആ പേരുകൾ ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ പേരുകൾ നോക്കാം. അതിന് ഫസ്റ്റ് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് ആണ്. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർഡ് 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. ഇവിടെ എന്ന് പറഞ്ഞ മെഡിസിൻ ഈ സംഘടിതമായ ഒരു അസ്തിത്വം എന്ന നിലയിൽ തെക്ക് പടിഞ്ഞാറൻ സൗത്ത് വെസ്റ്റ് ഏഷ്യ, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മിസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് 4000 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ അല്ലെങ്കിൽ മെഡിസിൻ ഓർഗനൈസ് ചെയ്തത്. ഓക്കെ, മെഡിസിൻ ഹോസ്പിറ്റൽസ് ഇവിടെ പറഞ്ഞേക്കുന്നത് മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർ ചെയ്ത് എവിടെയാ? 4000 years ago, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഏൻഷ്യന്റ് റീജിയൻ ഓഫ് സൗത്ത് വെസ്റ്റ് ഏഷ്യ നോൺ ആസ് മെസോപ്പൊട്ടാമിയ. മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്താണ് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത്. ഇവിടെ നോക്കിയേ, ഹമ്മുറാബിസ് കോഡ് 1728 to 1686 BC. അതാണ് അതിന്റെ ഒരു കാലഘട്ടം പറയുന്നത്. ഹമ്മുറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ദ ഡോക്ടർ. ഇവിടെ ചോദിക്കൂട്ടെ, ഇത് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏത് ഹോസ്പിറ്റലിലാണ്, ഏത് ഹോസ്പിറ്റൽ ടൈമിലാണ് ഈ ഹമ്മുറാബിസ് കോഡ് എക്സിസ്റ്റ് ചെയ്തത്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോസ്പിറ്റൽസ് ഹമ്മുറാബിസ് കോഡ് എക്സിസ്റ്റഡ്? ഹമ്മുറാബിസ് കോഡ് എക്സിസ്റ്റ് ചെയ്ത ഏത് ഹോസ്പിറ്റലിന്റെ ടൈമിലാണ്? ഏത് ഹോസ്പിറ്റലിന്റെ? അപ്പൊ അത് നിങ്ങൾ നോക്കാം. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഹമ്മുറാബിസ് കോഡ്. ഹമ്മുറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ദ ഡോക്ടേഴ്സ്. അവിടെ ഡോക്ടേഴ്സിനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നിയമമാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഇത് ഏർലിയസ്റ്റ് കോഡാണ്. ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു ഏർലിയസ്റ്റ് കോഡാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹമ്മുറാബിസ് കോഡാണ് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ആദ്യത്തെ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കേട്ടോ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോസ്പിറ്റൽസ് ദ ഹമ്മുറാബിസ് കോഡ് എക്സിസ്റ്റഡ്? എവിടെയാണ് ഹമ്മുറാബിസ് കോഡ് എക്സിസ്റ്റ് ചെയ്തത്? ഏത് ഹോസ്പിറ്റലിലാണെന്നുള്ളത് കേട്ടോ. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. പിന്നെ മെഡിസിൻ ആദ്യം ഓർഗനൈസ് ചെയ്തത് എവിടെയാ? അപ്പിയർഡ് ചെയ്തത് മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സൗത്ത് വെസ്റ്റ് ഏഷ്യയില് മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്ത് 4000 years ago, 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് മെഡിസിൻ അപ്പിയർ ചെയ്തത്. അവിടെ എന്ന് പറഞ്ഞ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആ നിയമമാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് കോഡാണ്. ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു ഏർലിയസ്റ്റ് കോഡാണ് ഹമ്മുറാബിസ് കോഡ്. Okay, first recorded prescription came from the Sumer in ancient Babylonian. ചരിത്രത്തിലെ ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ
അത് നോക്കണം. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം എവിടെന്നാ വന്നേ? സുമർ. പ്ലേസ് ഏതാ? സുമർ. SUMER. സുമർ. സുമർ ഇൻ ഏൻഷ്യൻ ബാബിലോണിയൻ. ഏൻഷ്യൻ ബാബിലോണിയയിലെ സുമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് പ്രിസ്ക്രിപ്ഷൻ, ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. ആ സുമർ എന്നുള്ളതും നോക്കാം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഏൻഷ്യൻ ബാബിലോണിയയിലെ സുമറിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? യെസ് മാം, ക്ലിയർ ആണ് മാം. അപ്പൊ നമ്മൾ പറഞ്ഞത് മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലിൽ മെഡിസിൻ ആദ്യം അപ്പിയർ ചെയ്തത് ഏകദേശം 4000 years ago, 4000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ മെസൊപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം മെഡിസിൻ അപ്പിയർ ചെയ്തത്. ഇവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് അറാബിസ് കോഡ് എന്ന് പറഞ്ഞ നിയമമാണ്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. അത്രയും കാര്യങ്ങൾ ആ ഒരു പാരഗ്രാഫില്. ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുന്നത് ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ പീരീഡ് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. പീരീഡ് 400 to 1136 BC വരെയാണ് ആ ഒരു പീരീഡ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിയേ, ട്രീറ്റ്മെന്റ് ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽസില് ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തായിരുന്നു? ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. നോക്കിയേ, ഇവിടെ ട്രീറ്റ്മെന്റ് എന്തിനാ ബേസ് ചെയ്തിട്ടാണ് നോക്കിയേ? മാന്ത്രികവും മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇപ്പത്തെ പോലെ നമ്മള് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പോലെയല്ല. പണ്ട് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മന്ത്രവാദം ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളും കൊണ്ട് മതപരമായിട്ടുള്ള രീതികളെ ചടങ്ങുകളെയൊക്കെ ബേസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിക്കാം, ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. എന്തിനു ബേസ് ചെയ്തായിരുന്നു? മാജിക് റിലീജിയസ്. അവിടെ രോഗങ്ങൾ വന്ന് അവര് മന്ത്രവാദം ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളിലൂടെയൊക്കെ ആ രോഗങ്ങൾ മാറ്റി അങ്ങനെയായിരുന്നു ട്രീറ്റ്മെന്റ്. എന്നാൽ ഹിപ്പോക്രാറ്റസ് the father of medicine. അപ്പൊ അവിടെ ചോദിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, who is the father of medicine? മെഡിസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാ? ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ മെഡിസിനിൽ ഒരു പുതിയൊരു ആശയം അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മന്ത്രവാദപരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല രോഗങ്ങൾ വരുന്നത്, അതിന് ഇങ്ങനെയൊന്നും അല്ല ട്രീറ്റ് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം യൂസ്ഡ് ടു ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. മെഡിസിനിൽ ഒരു നല്ലൊരു ആശയം, മതപരമല്ലാത്തത് ആയിട്ടുള്ള ഒരു സമീപനം, ഒരു ലോജിക് യുക്തിപരമായിട്ടുള്ളതും അതുപോലെ മതപരമല്ലാത്ത രീതിയിലും ഒരു അപ്രോച്ച്, നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിനിൽ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഈ എന്താ പറയാ മതപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റീസൺ കൊണ്ടൊന്നും അല്ല രോഗങ്ങളൊക്കെ വരുന്നത്, അത് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും ഒക്കെയാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അതിന് ട്രീറ്റ്മെന്റും ഇങ്ങനെയല്ല കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ലോജിക്കൽ അപ്രോച്ച് അവിടെ മെഡിസിനിൽ കൊണ്ടുവന്നു. ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. അദ്ദേഹം ഈ മെഡിസിനിൽ കുറെ കൂടി യുക്തിപരമായിട്ടുള്ളതും മതപരവുമല്ലാത്ത ഒരു സമീപനം അദ്ദേഹം വൈദ്യശാസ്ത്ര മെഡിസിനിൽ കൊണ്ടുവന്നു. അപ്പൊ അതിനകത്ത് ചോദിക്കുന്നത്, നമ്മൾ പറഞ്ഞു ഗ്രീക്ക് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തായിരുന്നു? ബേസ്ഡ് ഓൺ religious rituals. മെഡിസിനില് ഒരു ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മന്ത്രവാദപരമായിട്ട് അങ്ങനെയൊന്നും അല്ല ചികിത്സ ചെയ്യേണ്ടത്. അദ്ദേഹം അതേ മെഡിസിനിൽ തന്നെ ഒരു പുതിയൊരു ആശയം കൊണ്ടുവന്നു. അദ്ദേഹം യുക്തിപരമായിട്ടുള്ളതും മതപരമായിട്ട് അല്ലാത്തതും നോൺ റിലീജിയസ് മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനം മെഡിസിനിൽ കൊണ്ടുവന്നു. ഇനി നെക്സ്റ്റ് തേർഡ് എന്ന് പറഞ്ഞാൽ റോമൻ ഹോസ്പിറ്റൽസ് ആണ്. By 1st century BC, the Roman was the first to make the institutional care of the sick and the injured. അപ്പൊ നോക്കിയേ, ഈ റോമൻ ഹോസ്പിറ്റൽ by the
by 1st century BC, the Roman റോമാക്കാരാണ് was the first to make the ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സിക്ക് ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമക്കാരായിരുന്നു. അവിടെയും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇൻ വിച്ച് പീരീഡ്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്ന ഏത് പീരീഡിലാണെന്നും ചോദിക്കാം കേട്ടോ. ഏത് പീരീഡിലായിരുന്നു ഇവിടെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ് ഫസ്റ്റ് ടു മേക്ക് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് ദ സിക്ക് ആൻഡ് ഇഞ്ചുറീഡ്. സിക്ക് ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി ആയിട്ടുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമാക്കാരായിരുന്നു. അതും ഏത് സമയത്താ? ബി സി ഫസ്റ്റ് സെഞ്ചുറി ബി സി 1-ാം നൂറ്റാണ്ടോട് കൂടിയാണ്. ഇനി അത് അവിടെ നോക്കിയ മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റഡ് ദെൻ. ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, ഇൻ വിച്ച് പീരീഡ് ദ മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്. അപ്പൊ ഇവിടെ മിലിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? മിലിറ്ററി സൈനികർക്ക് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമകള്. സൈനികർക്കും അടിമകൾക്കുമൊക്കെ ആയിട്ട് ഒരു ഹോസ്പിറ്റല് കൊണ്ടുവന്നത് ഈ റോമാക്കാരായിരുന്നു. റോമാക്കാരായിരുന്നു. മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്. റോമൻ പീരീഡിലായിരുന്നു മിലിറ്ററി ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ സ്ലേവ് ഹോസ്പിറ്റൽസും എക്സിസ്റ്റ് ചെയ്തത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനത് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ഞാൻ നോട്ട് ചെയ്യാൻ പറയും. എങ്കിലും നമ്മുടെ ഒരു എന്താ മോഡലിന് ചോദിച്ചിട്ടുള്ള മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇൻ വിച്ച് പീരീഡ് ദ മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്. ഏത് പീരീഡിലായിരുന്നു? ഇൻ വിച്ച് പീരീഡ്? റോമൻ പീരീഡ്. അപ്പൊ പീരീഡ് ചോദിക്കുന്നത്, അപ്പൊ റോമൻ പീരീഡ് എന്ന് എഴുതാം കേട്ടോ. റോമൻ പീരീഡ്. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. അറബിക് പീരീഡ്, അങ്ങനെ ഏതെങ്കിലും ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തരും. അപ്പൊ അതിനകത്ത് നോക്കുക, മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റ് ചെയ്തത് റോമൻ പീരീഡിലായിരുന്നു, റോമൻ കാലഘട്ടത്തിലായിരുന്നു. റോമൻ ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ബൈ ഫസ്റ്റ് സെഞ്ചുറി BC, 1-ാം നൂറ്റാണ്ടോടുകൂടി റോമക്കാരായിരുന്നു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സിക്ക് ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് ഈ റോമൻ പീരീഡിലായിരുന്നു എക്സിസ്റ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് 4th വൺ എന്ന് പറഞ്ഞ അറബിക് ഹോസ്പിറ്റൽസ് ആണ്. ഇവിടെ എന്താന്ന് നോക്കിയേ, the Roman military hospitals and the few Christian hospitals were no matches for the number, organization and the excellence of the Arabic hospitals. Roman military hospitals എന്ന് പറയുന്നത് എങ്ങനെയാന്ന് നോക്കിയേ, അക്കാലത്തുണ്ടായിരുന്ന ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസോ ആയിട്ടോ ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ ആയിട്ടോ അറബിക് ഹോസ്പിറ്റലിനോളം എന്തായിരുന്നു നമ്പറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസ് മികവിന്റെ കാര്യത്തിലോ ഒക്കെ അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസ് ആൻഡ് ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ് വേർ നോ മാച്ച് ഫോർ ദ നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിന്റെ മികവിന്റെ കാര്യത്തിലോ അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നു. അപ്പൊ കൂടുതൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ അറബിക് ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ. Arabic hospitals. Okay. മാച്ച് എന്താ 4th വൺ അല്ലേ നമ്മൾ പറഞ്ഞത്? ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ ആൻഡ് ദ ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ് വേർ നോ മാച്ച് ആയിരുന്നില്ല. അത് നമ്പറിന്റെയോ ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ മികവിന്റെയോ കാര്യത്തിൽ അറബിക് ഹോസ്പിറ്റലിനോളം അത്രയും മികവുള്ളതായിരുന്നില്ല എന്ന് പറയാം. അതിന്റെ ഒപ്പം നിൽക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഏതാണ് അറബിക് ഹോസ്പിറ്റൽ തന്നെയാണ് ബെറ്റർ. ഇനി നെക്സ്റ്റ് വരുന്നത് 5th ആണ്, ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഇന്ത്യൻ ഹോസ്പിറ്റൽ നോക്കിയേ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഷോസ് ദാറ്റ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വെർ ബിൽഡ് ഇൻ ഇന്ത്യ ബൈ 600 BC. 600 BCയോട് കൂടിയാണ് ഇന്ത്യയിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റല് സ്ഥാപിക്കപ്പെട്ടത്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റല് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തത് ഏത് സമയത്താണ്? 600 BC. 600 കൂടിയാണ് ഒരു നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റല് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തത്.
During the Georgia's reign of King Ashoka, Indian hospitals started to look like modern hospital. During the Georgia's reign of King Ashoka, മഹാനായ അശോക ചക്രവർത്തി അദ്ദേഹത്തിന്റെ ആ ഒരു ടൈമില് ഇന്ത്യൻ ഹോസ്പിറ്റല് ഒരു മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് ഈ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു. During the Georgia's reign of King Ashoka, Indian hospital started to look അശോക ചക്രവർത്തിയുടെ സമയത്തായിരുന്നു കാലഘട്ടത്തിലായിരുന്നു ഒരു മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇവിടെ they followed the principle of sanitation. ഇവിടെ അവർ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ ഏതാന്ന് നോക്കിയേ. പ്രിൻസിപ്പിളോ they followed the principle. മാം വോയിസ് കേൾക്കുന്നില്ല, മ്യൂട്ട് അല്ല, ബാക്കിയുള്ളവർ മ്യൂട്ട് അല്ലാത്തതുകൊണ്ടേ നമുക്ക് ഡിസ്റ്റർബ് ആകും, കേൾക്കുന്നില്ല. ഓക്കെ, ഇത് ആരാ ഇടയ്ക്ക് മ്യൂട്ട് മാറ്റുന്നത്? നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചേ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഈ കുഞ്ഞു പിള്ളേരോട് പറയണോ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണോ? ചെറിയ പിള്ളേരോടാണെങ്കിൽ നമുക്ക് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നല്ല ക്ലാസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല. പറയേണ്ട കാര്യങ്ങൾ ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ മ്യൂട്ട് ചെയ്ത് വെക്കുക. എനിക്കിവിടെ ഓൾ മ്യൂട്ട് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ വൺ ആക്ട് പോലെ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഇടയ്ക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ പറ്റില്ല, പിന്നെ എപ്പോഴും ആ മ്യൂട്ട് മാറ്റണം. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കുക, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഫിഫ്താ പറഞ്ഞത് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് അനുസരിച്ച് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റല് ഇന്ത്യയിൽ നിർമ്മിച്ചത് BC 600 കൂടിയാണ്. ഇവിടെ എന്ന് പറയുന്നത് ജോർജിയസ് റിഗൻ ഓഫ് കിങ് അശോക, മഹാനായ അശോക ചക്രവർത്തിയുടെ സമയത്താണ്, ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഹോസ്പിറ്റല് ഒരു മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അവിടെ they followed the principle of sanitation and the cesarean section were operated. അവിടെ എന്താണ് അവർ ഫോളോ ചെയ്തത്? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ. സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ എന്താ? ഹ്യൂമൻ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഇതോടുകൂടി പ്രൊവൈഡിങ് ക്ലീൻ എൻവയോൺമെന്റ്, ഒരു നല്ലൊരു ക്ലീൻ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് സാനിറ്റേഷൻ പ്രിൻസിപ്പിളിൽ വരുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ വെയർ ഓപ്പറേറ്റഡ്. സിസേറിയൻ ഒക്കെ കേട്ടിട്ടില്ലേ? ഡെലിവറി ഓഫ് ബേബി through the cut made in the abdomen and uterus abdomen ഒക്കെ കട്ട് ചെയ്തിട്ട് ബേബിനെ പുറത്തെടുക്കുന്നതാണ് സിസേറിയൻ എന്ന് പറയുന്നത്. നോർമൽ ഡെലിവറിയും സിസേറിയനും ആ ഡിഫറൻസ് അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ സിസേറിയൻ സെക്ഷനും പിന്നെ അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷനും ഫോളോ ചെയ്തത് ഇന്ത്യൻ ഹോസ്പിറ്റലിന്റെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. They followed the principle of sanitation and the cesarean section were operated. ഇനി നോക്കിയേ, physician were appointed 1 for every 10 village. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ത്യൻ ഹോസ്പിറ്റൽസിൽ അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത് 1 for every 10 village. ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ. അങ്ങനെയായിരുന്നു. ഒരു 10 വില്ലേജ് കൂടുമ്പോൾ അവർക്ക് ഒരു ഫിസിഷ്യൻ, അടുത്ത 10 വില്ലേജ് കൂടുമ്പോൾ അടുത്ത നെക്സ്റ്റ് ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലായിരുന്നു അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത്. ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 1 for every 10 villages. ഓരോ 10 വില്ലേജിലും കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ്. എന്തിനാ? ടു സർവ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഫോർ ദ പോപ്പുലേഷൻ ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ പോപ്പുലേഷൻ. ഇവിടെ നോക്കിയേ, to serve the healthcare needs of the population. നോക്കട്ടെ, അടുത്ത സെന്റൻസ് അവിടെ നിൽക്കട്ടെ. അപ്പോ ഇതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ എന്താണ്? പോപ്പുലേഷന്റെ നല്ല അവിടുത്തെ ജനങ്ങളുടെ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഹെൽത്ത് കെയർ നീഡ്സിന് വേണ്ടിയിട്ട് 1 for every 10 വില്ലേജ്. ഒരു ഫിസിഷ്യൻ 10 വില്ലേജിൽ, 10 വില്ലേജ് കൂടുമ്പോഴും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലായിരുന്നു അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത്. Next നോക്കിയേ, and the regional hospitals for the infirm and destitute were built by Gupta. അടുത്ത ഒരു റീജിയണൽ ഹോസ്പിറ്റൽസ്. ഇൻഫോം എന്ന് വെച്ചാൽ എന്താ? നിരാലംബര്, അധികം ആശ്രയില്ലാത്ത ആളുകളില്ലേ, നിരാലംബരായിട്ടുള്ളവര്. ഇൻഫോം ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട്. ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അഗതികള്
അഗതികളായിട്ടുള്ളവർക്കും പിന്നെ അതുപോലെ നിരാലംബരായിട്ടുള്ളവർക്കൊക്കെ ഈ ബുദ്ധന്റെ കാലത്താണ് ഒരു ഹോസ്പിറ്റൽ, റീജിയണൽ ഹോസ്പിറ്റൽസ് നിർമ്മിച്ചത്. റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ബുദ്ധ. ബുദ്ധന്റെ കാലത്താണ് ഇവിടെ എന്താണ് ഈ ഒരു റീജിയണൽ ഹോസ്പിറ്റൽസ് ഇൻഫോം ആയിട്ടുള്ളവർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്കും ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, ഇങ്ങനെ 5 ഇതായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് പറയണ്ടല്ലോ, ഹിസ്റ്ററി ആണ്. അപ്പൊ ജസ്റ്റ് ഇതുപോലെ തന്നെ നമുക്കൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഈ ഒരു നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ കിട്ടും. അതുകൂടാതെ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് തരാം കേട്ടോ. അതിന് ശേഷമാണ് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുള്ളൂ. ഓക്കെ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് നമ്മൾ പറഞ്ഞു, ഗ്രീക്ക് ഹോസ്പിറ്റല്, റോമൻ ഹോസ്പിറ്റല്, അറബിക് ഹോസ്പിറ്റല്, ലാസ്റ്റ് പറഞ്ഞത് ഇന്ത്യൻ ഹോസ്പിറ്റൽ. ഓക്കെ, അതിനകത്ത് ഹ്യൂമറാബിസ് കോഡൊക്കെ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലിന്റെ സമയത്ത് ഓർക്കുക. ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ എവിടെ നിന്നാണ്? സുമറിൽ നിന്നാണ്. ഏൻഷ്യൻ ബാബിലോണിയയിലെ സുമറിൽ നിന്നാണ് ചരിത്രത്തിലെ ആദ്യത്തെ റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ നോട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത രണ്ടാമത്തെ ഗ്രീക്ക് ഹോസ്പിറ്റൽ, അവിടെ ട്രീറ്റ്മെന്റ് മാജിക് റിലീജിയസ് ചടങ്ങുകളുടെയും മാജിക് മന്ത്രവാദപരം ഒക്കെ ആയിരുന്നു. എന്നാ അപ്പൊ അവിടെ ആരാ? ഹിപ്പോക്രാറ്റസ് വന്നു. അദ്ദേഹത്തെ ആരെന്ന് അറിയപ്പെടുന്ന അത് ഈ സമീപനമൊക്കെ മാറ്റിയിട്ട് ഒരു നല്ലൊരു ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് മെഡിസിനിൽ കൊണ്ടുവന്നു. പിന്നെ നെക്സ്റ്റ് ആണ് റോമൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. BC 1-ാം നൂറ്റാണ്ടോടുകൂടി, ബൈ ദ ഫസ്റ്റ് സെഞ്ചുറി BC 1-ാം നൂറ്റാണ്ടോടുകൂടി റോമക്കാര് ഒരു സിക്ക് ആയിട്ടുള്ളവർക്കും കെയർ കൊണ്ടുവന്നു. ആ ടൈമിലാണ് മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിറ്റ് ചെയ്തത്. ഇവിടെ ചോദിക്കാം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ് മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റഡ്? ഏതാണ്? റോമൻ പീരീഡ്. നെക്സ്റ്റ് ആണ് അറബിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ ആൻഡ് ദ ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ. ഈ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസും കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലും ഒക്കെ നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ അതുപോലെ നെക്സ്റ്റ് മികവിന്റെ കാര്യത്തിലോ എണ്ണം വെച്ച് നോക്കുമ്പോഴൊക്കെ അറബിക് ഹോസ്പിറ്റലിന്റെ അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ അറബിക് ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ ഇന്ത്യൻ ഹോസ്പിറ്റലാണ് പറഞ്ഞത്. അവിടെ എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് BC 600 കൂടിയാണ്. അവിടെ നമ്മൾ പറഞ്ഞത് ജോർജസ് കിങ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു ഇന്ത്യൻ ഹോസ്പിറ്റൽസ് ആയിട്ട് അറിയപ്പെടുന്നത്. അവിടെ ഫോളോ ചെയ്തത് ദ പ്രിൻസിപ്പൾ ഓപ്പറേറ്റ് ചെയ്തു. അവിടെ ഫിസിഷ്യൻ അപ്പോയിന്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഫിസിഷ്യൻ എന്നുള്ള നിലയിലായിരുന്നു അവിടെ അപ്പോയിന്റ് ചെയ്തത്. പിന്നെ ഇത് പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് നമ്മൾ ഇൻഫോം ആയിട്ടുള്ള കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കാം. P എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ്. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് വരുന്നത് മിഡിൽ ഏജിലെ ഹോസ്പിറ്റൽസ് എങ്ങനെയാണ്. അതിന്റെ ടൈം ഒന്ന് നോക്കി. ടൈം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? 500 to 1500 AD. അതിന്റെ പീരീഡ് ഒന്നും എക്സാമിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജസിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Hospital construction increased in Europe during the Middle Age for the following reason. അപ്പൊ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ യൂറോപ്പില് ഇൻക്രീസ് ചെയ്തു. അപ്പൊ കുറച്ചും കൂടി മിഡിൽ ഏജ് ആയപ്പോഴത്തേക്ക് എന്താ പറ്റിയത്? കുറച്ചും കൂടി ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു. യൂറോപ്പില് മിഡിൽ ഏജ് ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഫോളോയിങ് മിഡിൽ ഏജസ് ഫോർ ദ ഫോളോയിങ് റീസൺ. അതിന് എന്തൊക്കെ കാരണം? 2 റീസണാ പറയുന്നത്. ഇപ്പൊ യൂറോപ്പില് മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി, കുറെ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ 2 റീസൺ അവിടെ പറയുന്നത്. ഫസ്റ്റ്, പോപ്പ് ഇന്നസെന്റ് III in 1198 advised and persuaded wealthy Christian to build hospitals in every town. Okay, Pope Innocent III, former head of the Catholic Churchന്റെ former head ആണ് പോപ്പ് ഇന്നസെന്റ് III എന്ന് പറയുന്നത്. ഓക്കെ,
അത് ഇറ്റലി റൂളർ ഓഫ് ദ പാപ്പൽ സ്റ്റേറ്റ്. ഇറ്റലിയിലെ ഇറ്റലി അതൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ടെറിട്ടറീസ് ഓഫ് സെൻട്രൽ ഇറ്റലിയിൽ വരുന്ന പാപ്പൽ സ്റ്റേറ്റിലെ ഒരു റൂളർ ആയിരുന്നു പോപ്പ് ഇന്നസെന്റ് III. അദ്ദേഹം എന്ത് ചെയ്തു? 1198 അഡ്വൈസ് ചെയ്യാന്നൊക്കെ എന്താ അഡ്വൈസ് ചെയ്യുക, ഉപദേശിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ അഡ്വൈസ് തരാറില്ലേ? ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. ഒരു അഡ്വൈസ് തന്നില്ലേ? ഉപദേശിക്കുക അല്ലെ? പോപ്പ് ഇന്നസെന്റ് III 1198 അഡ്വൈസ് ചെയ്തു. ആൻഡ് പെർസ്യൂഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പെർസ്യൂഡഡ് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, പോപ്പ് ഇന്നസെന്റ് III അഡ്വൈസ് ചെയ്യുകയും ചെയ്തു. വെറുതെ ഉപദേശം മാത്രം കൊടുത്താൽ പോരോ, അതിനു വേണ്ടി എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. വെൽത്തി ക്രിസ്ത്യൻ ടു ബിൽഡ് ഹോസ്പിറ്റൽസ് ഇൻ എവരി ടൗൺ. എല്ലാ ടൗണിലും ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യാനായിട്ട് പോപ്പ് ഇന്നസെന്റ് III അഡ്വൈസ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് എന്താ യൂറോപ്പിലെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഒരു കാരണല്ലേ? അല്ലെ? നല്ല പ്രോത്സാഹനം കൊടുക്കുമ്പോ വീണ്ടും എന്ത് ചെയ്തു? അവര് ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻ കൂട്ടി. ക്ലിയർ ആവണല്ലേ? ഓക്കെ, അപ്പൊ ഈ പോപ്പ് ഇന്നസെന്റ് III 1198 അഡ്വൈസ് ചെയ്യുകയും ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആര്യാ? വെൽത്തി ക്രിസ്ത്യൻ ടു ബിൽഡ് ഹോസ്പിറ്റൽസ് ഇൻ എവരി ടൗൺ. അപ്പൊ എല്ലാ ടൗണിലും. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാ ഈ 10 ടൗണില് 10 ഇതിനകത്തായിരുന്നു നമ്മൾ ഒരു ഫിസിഷ്യനെ ആയിരുന്നു. അപ്പൊ ഇവിടെ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്ക് എന്താ അവര് ചെയ്തത്? അപ്പോ ഈ ഓരോ എല്ലാ ടൗണിലും ഓരോ ഹോസ്പിറ്റൽ. അപ്പൊ എന്തായാലും അവിടെ ഒരു ഫിസിഷ്യൻ വേണമല്ലോ. അപ്പൊ എല്ലാ ടൗണിലും ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാനായിട്ട് പോപ്പ് ഇന്നസെന്റ് III അഡ്വൈസ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതൊരു റീസൺ ആണ്. യൂറോപ്പിലെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്. ഇനി രണ്ടാമത്തെ റീസൺ നോക്കിയേ. ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ദ ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞ ആരാ? ക്രൂസൈഡേഴ്സ് കുരിശുദ്ധക്കാര്. അപ്പൊ ഇവിടെ എന്താ? ഈ ഇൻക്രീസ്ഡ് റവന്യൂ, വർദ്ധിച്ച വരുമാനം. ഇൻക്രീസ്ഡ് റവന്യൂ എന്ന് വെച്ചാൽ വരുമാനം. ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ദ ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിൽ ഉണ്ടാകുന്ന വർദ്ധിച്ച വരുമാനം. അപ്പൊ നമുക്ക് നോക്കി അവിടെ നമുക്ക് ക്രൂസൈഡേഴ്സിന്റെ മീനിങ് ഒന്ന് പറയാവോ? ക്രൂസൈഡേഴ്സ് കുരിശുദ്ധക്കാര്. കേൾക്കാൻ പറ്റുന്നില്ല. കുരിശുദ്ധക്കാർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ ക്രൂസൈഡേഴ്സുമായിട്ടുണ്ടാകുന്ന വാണിജ്യത്തിൽ ഉണ്ടാകുന്ന അധിക വരുമാനം. അപ്പൊ വരുമാനം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറെ കാശുണ്ടെങ്കിൽ നമുക്ക് കുറെ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പാടില്ലേ? അപ്പൊ അവർക്കടെ റവന്യൂ അവർക്ക് കൂടി. റവന്യൂ അവർക്ക് കയ്യിൽ കൂടിക്കഴിഞ്ഞപ്പോ, വരുമാനം കൂടിക്കഴിഞ്ഞപ്പോ അതനുസരിച്ച് ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാനുള്ള ഒരു റീസൺ ആണ് കേട്ടോ. ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ദ ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സ് കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ ഉണ്ടായ അധിക വരുമാനം. അതൊരു രണ്ടാമത്തെ റീസൺ ആയിട്ടാണ് പറയുന്നത്. In contrast, in Asia and Africa, during the same period, construction of effective and efficient hospital was pressed forward by the rule and the crusaders. Next, നോക്കിയേ. അപ്പൊ നമ്മളെ രണ്ട് റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏഷ്യയിലും ഒന്നൊന്ന് പറഞ്ഞു പോപ്പ് ഇന്നസെന്റ് III അവിടുത്തെ വെൽത്തി ക്രിസ്ത്യൻസിനോട് എല്ലാ ടൗണിലും ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുകയും പെർസ്യൂഡ് ചെയ്യുകയും ചെയ്തു, ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതൊരു റീസൺ. രണ്ടാമത്തെ ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിൽ ഉണ്ടാകുന്ന അധിക വരുമാനം ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ മറ്റൊരു റീസൺ ആയിട്ട് പറയുന്നത്. ഇനി അതേ സെയിം ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒരുപാട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ റൂളേഴ്സും ക്രൂസൈഡേഴ്സും ഫോഴ്സ് ചെയ്തു. അത് അടുത്തൊരു ഇത് പറയുന്നത്. ഇൻ കൺട്രാസ്റ്റ്, ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്, ആ സെയിം പീരീഡ് തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് വാസ് പ്രസ്ഡ് ഫോർവേഡ് ബൈ ദ റൂൾ ആൻഡ് ദ ക്രൂസൈഡേഴ്സ്. അപ്പോ ആ സെയിം ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഒരുപാട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണവും അതുപോലെ തന്നെ ക്രൂസൈഡേഴ്സ് കുരിശുദ്ധക്കാരും ഫോഴ്സ് ചെയ്തു. അത് അങ്ങനെ രണ്ട് റീസണാ പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് സി എന്ന് പറയുന്നത്
റീനൈൻസസ് ഏജ്. റീനൈൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? നവോത്ഥാനം. ഓക്കെ, വെരി ഗുഡ്. നവോത്ഥാന കാലഘട്ടത്തില് 1500 to 1700 AD ഇതാണ് റീനൈൻസസ് ഏജ് എന്ന് പറയുന്നത്. The Renaissance period lasted from the 14th to 16th century. ഇപ്പൊ എത്ര ടൈം ആണെന്ന് നോക്കിയേ റീനൈൻസസ് പീരീഡ് നീണ്ടു നിൽക്കുന്നത്? 14th to 16th century. അത്രയും വരെ നീണ്ടു നിൽക്കുന്ന 14 മുതൽ 16th century വരെ നീണ്ടു നിൽക്കുന്നതാണ് റീനൈൻസസ് പീരീഡ് എന്ന് പറയുന്നത്. Towards the end of the 15th century, many cities and towns supported some kind of institutional health care. നോക്കിയേ, ആ 15th സെഞ്ചുറിയുടെ അവസാനം ധാരാളം സിറ്റീസും ടൗൺസും ചില തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു എന്നാ പറയുന്നത്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് റീനൈൻസസ് ഏജിലുള്ളത്. 15th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി ധാരാളം സിറ്റീസ്, മെനി സിറ്റീസ് ആൻഡ് ടൗൺസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡി എന്ന് പറഞ്ഞ മോഡേൺ പീരീഡ് ആണ്. 1750 മുതൽ 1950 AD വരെയാണ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ടൈം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 1750 to 1950 AD വരെയാണ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക ഏതാണ്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. അത് ചോദിക്കൂട്ടാ. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക? ഏതാണ്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകോർപ്പറേറ്റഡ്, പല ഡിപ്പാർട്ട്മെന്റ്സിനെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഹോസ്പിറ്റലാണ്. അതിനാണ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. പല ഡിപ്പാർട്ട്മെന്റ്സിനെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഹോസ്പിറ്റലിനാണ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ, അമേരിക്കയിലെ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പെൻസിൽവാനിയ ഹോസ്പിറ്റലാണ്. അത് എവിടെയാന്ന് നോക്കിയാൽ പ്ലേസ് എവിടെയാ? ഇൻ ഫിലാഡൽഫിയ. പെൻസിൽവാനിയ ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ. Okay, next okay, massive government involvement in healthcare began in 1926 within the return of the war heroes from the First World War. First World War-ile heroes, First World War-il ഉണ്ടായ ആ ഹീറോസ് ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് 1926 പ്രയത്നിച്ചു. Massive government involvement in healthcare began in 1926 with the return of war heroes from the World War First World War ഹീറോസ് ഗവൺമെന്റുമായിട്ട് ഇൻവോൾവ് ചെയ്ത് കൂടി ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ 1926 പ്രയത്നിച്ചു. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഹിസ്റ്ററി അല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, വായിച്ചൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോ ഇത് ക്ലാസ്സിൽ ഇനിയിപ്പോ റീഡ് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എല്ലാ ക്ലാസ്സും ഒരു 2 പാരഗ്രാഫ് ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ ഓരോരുത്തരെ കൊണ്ട് ഞാൻ റീഡ് ചെയ്യിപ്പിക്കും. അപ്പൊ ഇത് ഹിസ്റ്ററി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വായിച്ച് പറഞ്ഞു പോകുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? ഫോളോ ചെയ്യാൻ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വായിപ്പിക്കാത്ത. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി അടുത്ത നമ്മുടെ 18th ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് തുടങ്ങി ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് ഞാൻ എല്ലാവരെയും കൂടെ വായിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് വേഗം എടുത്തു പോകുക എന്നുള്ളത് ഫീൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. ഹിസ്റ്ററി ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വായിച്ചൊന്ന് പറഞ്ഞ് പോണത്. ഓക്കെ, ഇനി അപ്പൊ നമ്മുടെ മോഡേൺ പീരീഡ് മോഡേൺ പീരീഡ് അല്ലേ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാന്ന് ചോദിക്കും കേട്ടോ. പെൻസിൽവാനിയ ഹോസ്പിറ്റലാണ്, ഫിലാഡൽഫിയയിലാണ്. അവിടെ ഫിലാഡൽഫിയയില് ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്നിട്ട് 1926 ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടി പ്രയത്നിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ്. ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസിന് മുന്നുള്ള ഇന്ത്യൻ സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രംഗങ്ങള്. ഹോസ്പിറ്റൽ എവല്യൂഷൻ ഓക്കെ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിയെന്നുള്ള ഹോസ്പിറ്റൽ എവല്യൂഷനെ പറയുന്നത്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, provision of institutional health care to the sick was considered as provisional and spiritual by early rulers.
ഇവിടെ നോക്കിയേ, provision of institutional care to the sick was considered as a professional and a spiritual by the earlier rulers. Professional അതുപോലെ തന്നെ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് എന്താ പറയാ കരുതിയിരുന്നത്. Provision of institutional care to the sick was considered as professional and spiritual by earlier rulers. പ്രൊഫഷണലും സ്പിരിച്വലും ആയിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ early rulers, അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് എട്രിയ, ഇത് നോക്കി വെക്കണം. The first Indian physician and teacher who lived in the University of Takshashila. Okay. അപ്പൊ ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ lived in the University of Takshashila? അതിനകത്ത് lived in the University of Takshashila എന്ന് വെച്ചാൽ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരുന്നു എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇങ്ങനെ ഗുരുകുലം പോലെ അവിടെ താമസിച്ച് അവിടുത്തെ കുട്ടികളെ വിദ്യാഭ്യസിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നല്ലോ പണ്ട് കാലത്ത്. അത് ഉദ്ദേശിച്ചിട്ടാട്ടോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. The first Indian physician and a teacher who lived in the University of Takshashila, Etria. Next ആണ് സിസ്രുത. സിസ്രുത 6th century BC, ചരക 200 AD. അത് രണ്ടും താഴെ പറഞ്ഞിട്ടുണ്ട്. സിസ്രുത the father of surgery. നമ്മൾ ആദ്യം ഒരെണ്ണം പഠിച്ചല്ലോ, ഫാദർ ഓഫ് മെഡിസിൻ ആരാ? Who is the father of medicine? ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെ വരെയാണ് ഫാദർ ഓഫ് സർജറി, സിസ്രുത. ഞാൻ എഴുതി പറയാം. സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? എസ് അല്ലെ? സിസ്രുതയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? എസ് തന്നെയല്ലേ? ഇനി മറക്കോത്. ഫാദർ ഓഫ് സർജറി എപ്പോഴും മാറിപ്പോകും പിള്ളേർക്ക്. ഫാദർ ഓഫ് മെഡിസിൻ ചോദിക്കും, ഫാദർ ഓഫ് സർജറി ചോദിക്കും, ഇതൊക്കെ ഫാദർ ഓഫ് ആയുർവേദ, ഇത് മൂന്നെണ്ണം ഇതിനകത്ത് പഠിക്കാണ്ട്. അപ്പൊ ഞാൻ അവർക്ക് പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞ ഒരു ഹിന്റാണ് സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്, സിസ്രുതയുടെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. അപ്പൊ അത് വെച്ച് ഓർക്കുക. മറ്റേത് രണ്ടും മറന്നാലും ഇത് മറക്കൂല ആരും, എല്ലാവർക്കും കറക്റ്റ് ആകുന്നത്. ഫാദർ ഓഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യന്, മോഡൽ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ബാച്ചില് മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് സർജറി? ആണ് സിസ്രുത. സർജറി എന്ന് പറയുമ്പോ തന്നെ ഓർക്കാം സിസ്രുത. സിസ്രുത. Ancient Indian surgeon known for his outstanding operation and technique and for his influential dissertation സിസ്രുത സംഹിത. അപ്പൊ സിസ്രുതന്റെ ഒരു പ്രബന്ധമാണ് സിസ്രുത സംഹിത. സിസ്രുത സംഹിത. അദ്ദേഹം സിസ്രുത എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് സർജറി, സർജറിയുടെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്താ? ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ നോൺ ഫോർ ഹിസ്. അദ്ദേഹം പണ്ടത്തെ ഇന്ത്യൻ സർജനാണ്. എന്തുകൊണ്ടാണ്? നോൺ ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ആൻഡ് ടെക്നിക്സ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻസും അദ്ദേഹത്തിന്റെ ടെക്നിക്കും കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻഷ്യൽ ഡെസേർട്ടേഷൻ എന്ന് പറഞ്ഞ പ്രബന്ധം, അദ്ദേഹത്തിന്റെ ആ വലിയൊരു പ്രബന്ധം സിസ്രുത സംഹിത എന്ന് പറഞ്ഞ പ്രബന്ധം എഴുതിയത് കൊണ്ടും ഒക്കെയാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സർജറി. സിസ്രുത സംഹിത അവിടെ പറഞ്ഞു. സിസ്രുത സംഹിത എന്ന് പറയുന്നത് ഏതാ? ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി. ഏൻഷ്യന്റ് ഇന്ത്യയില് നമ്മള് ഈ നോളജ്, സർജറിനെ കുറിച്ചുള്ള നോളജ് ഒക്കെ തരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് സിസ്രുത സംഹിത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സിസ്രുതയുടെ ഡെസേർട്ടേഷൻ പ്രബന്ധമാണ് സിസ്രുത സംഹിത. അത് സിസ്രുത സംഹിത എന്തിനെ കുറിച്ചുള്ളതാണ്? നമുക്ക് തരുന്നത് മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യയില് സർജറിനെ കുറിച്ചുള്ള നോളജ് തരുന്നു. ഇത് ഈ സിസ്രുത സംഹിത എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തിനൊന്നാണ് ഈ സിസ്രുത സംഹിത എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ ശസ്ത്രക്രിയനെ കുറിച്ചുള്ള കാര്യം, ശസ്ത്രക്രിയയെ സംബന്ധിച്ച് രചിക്കപ്പെട്ട ആദ്യത്തെ ഒരു ഗ്രന്ഥമാണെന്ന് വേണമെങ്കിൽ പറയാം സിസ്രുത സംഹിത. അതിനകത്ത് ഒരു 300ഓളം ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചും 120ഓളം ശസ്ത്രക്രിയ ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളെ കുറിച്ചും ഒക്കെ അതേക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ടെക്സ്റ്റിന് പറയുന്നുണ്ട്.
അതൊന്നും നിങ്ങൾ നോക്കണമെന്നില്ല, ഇത്ര നോക്കാം. ദ ഫാദർ ഓഫ് സർജറി സിശ്രുത ഇത് പഠിച്ചു അല്ലെ. അപ്പൊ സിശ്രുതന്റെ ഡെസർട്ടേഷൻ ആണ് സിശ്രുത സംഹിത. സിശ്രുത സംഹിത എന്ന് പറഞ്ഞത് എന്താണ്? ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. സർജറിയെ കുറിച്ച് നോളജ് ഒക്കെ തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് സിശ്രുത സംഹിത എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ 300ഓളം ശസ്ത്രക്രിയാ രീതികൾ, പല ടൈപ്പ് ഓഫ് സർജറീസ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 120ഓളം ശസ്ത്രക്രിയ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ചരക എന്ന് പറയുന്നത്. ചരക was one of the main contribution to ആയുർവേദ. ആയുർവേദത്തിന് ഒരു ഭയങ്കര ഒരു സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് ഈ ചരക എന്ന് പറയുന്നത്. ഓക്കെ, ആയുർവേദം ഒക്കെ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ അവിടെ? ആയുർവേദം ഉണ്ടാക്കും, മരുന്ന് കഴിക്കണ്ടോ? ആയുർവേദ മരുന്നുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? അത് ശരി. ഓക്കെ, അപ്പൊ എന്താ ആയുർവേദത്തിൽ പറയണേ? എന്താ ആയുർവേദ മീനിങ്? എന്താ ആയുർവേദം എന്ന് പറഞ്ഞിട്ട് മീനിങ് എന്താ? ആയുർവേദം പഠിച്ചവര് ശരിക്കും ആ വേർഡിന്റെ മീനിങ് പറയുന്ന ആയുർവേദം, ആയുസിന്റെ വേദം, അതാണ് ശരിക്കും ആയുർവേദം. ആരോഗ്യം എന്നൊക്കെ പറയും. വേദം എന്നാണ് ശരിക്കും ആയുർവേദം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇന്ത്യയുടെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത്. പണ്ട് കാലം മുതൽ ആളുകളൊക്കെ എന്താണ് ആയുർവേദ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആയുസിന്റെ വേദം എന്നാണ് ഈ ആയുർവേദം എന്ന പദത്തിന്റെ അർത്ഥം. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആയുർവേദത്തിനകത്ത് ശരിക്കും പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും അതുപോലെ തന്നെ എല്ലാ സർവ്വചരാചരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് പറയുന്നത്. പഞ്ചഭൂതാസ് ഏതൊക്കെയാ പഞ്ചഭൂതങ്ങള്? ഭൂമി, വായു, ജലം, ഫയർ അല്ലെ. ഭൂമി, വായു, ജലം, ആകാശം, അഗ്നി. ഇങ്ങനെയുള്ള ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും സർവ്വചരാചരങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ആയുർവേദത്തില് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് ശരിക്കും ആയുർവേദത്തിന്റെ ആ ഒരു തത്വം പ്രിൻസിപ്പിൾ പറയുന്നത്. ഈ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് അവർ ആയുർവേദത്തില് ട്രീറ്റ്മെന്റും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വസ്തുക്കൾ കൊണ്ടാണ് ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ആയുർവേദത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ 3 ദോഷങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. വാത, പിത്ത, കഫ, അങ്ങനെ 3 ദോഷങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ ഓരോന്നിന്റെയും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ശരിക്കും ആയുർവേദം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആയുർവേദത്തെ കുറിച്ച് പറയുന്നത്. അതിന്റെ ഒരു ചെറിയൊരു 2-3 സെന്റൻസ് ഒന്ന് എഴുതണം. ആയുർവേദം എന്താണെന്നുള്ളത് വേണം മാഡം. ജസ്റ്റ് ഒന്ന് എഴുതിക്കോട്ടെ. അത് ആയുർവേദം വരുന്നുണ്ട്, പിന്നെ അവിടെ താടി ഒരു യുനാനി മെഡിസിനും വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അത് എഴുതിക്കോ. എന്നിട്ട് നമുക്ക് എന്താ ഒരു 10 മിനിറ്റ് എന്റെ പോയി ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുക്കും. ഓക്കെ, ആയുർവേദ എഴുതിക്കോ. ആയുർവേദം. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഈ ആയുർവേദത്തിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയത് ആരാണ്? ചരകനാണ്. ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ തന്നെ 2 കൂടി ഒരുമിച്ച് തരാം. നമുക്ക് ആ 2-3 സെന്റൻസ് ഉള്ളതും കൂടി അവിടെ തീർത്തേക്കാം. ആ പാരഗ്രാഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയേ, ചരക എന്ന് പറയുന്നത് ആയുർവേദത്തിന് നല്ലൊരു സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് ചരകൻ. ആയുർവേദം എന്ന് പറഞ്ഞ എന്താ? എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. He is known as the editor of medical treatise named ചരക സംഹിത. കണ്ട, അപ്പൊ സിശ്രുതന്റെ പ്രബന്ധം ഏതായിരുന്നു? ടെക്സ്റ്റ് സിശ്രുത സംഹിത. ചരകന്റെ ഏതാ? ചരക സംഹിത. He is known as the editor of medical treatise named ചരക സംഹിത. One of the basic text of classical Indian medicine and Ayurveda. ചരക സംഹിത എന്ന് പറഞ്ഞാൽ ആയുർവേദത്തെ കുറിച്ച് പറയുന്ന ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിനെ കുറിച്ചും അതുപോലെ തന്നെ ആയുർവേദത്തിനെ കുറിച്ച് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ് ചരക സംഹിത എന്ന് പറയുന്നത്. പിന്നെ 6ാമത്തെ വരുമ്പോഴെന്താണ്? Can be traced back to Buddha and Ashoka. നെക്സ്റ്റ് വരുന്നത് ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. Can be traced back to Buddha and Ashoka.
ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്കൊക്കെ തിരിച്ചു വന്നു. അടുത്തത് ഇനി 7th പറയുന്നത് ഡ്യൂറിംഗ് അശോകാസ് വികാൻ പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ വെയർ ഫോളോഡ് ആൻഡ് സി സെക്ഷൻ വെയർ പെർഫോംഡ്. ഡ്യൂറിംഗ് അശോകന്റെ കാലഘട്ടത്തിൽ, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീനും സി സെക്ഷനും പെർഫോം ചെയ്തത്. ഡ്യൂറിംഗ് അശോകാസ് വികാൻ പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ ഫോളോഡ് ആൻഡ് സി സെക്ഷൻ പെർഫോംഡ്. സി സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിസേറിയൻ സെക്ഷൻ തന്നെയാണ് ഷോർട്ട് ചെയ്തിട്ട് സി സെക്ഷൻ എന്ന് പറയുന്നത്. അശോകന്റെ കാലഘട്ടത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീനും സി സെക്ഷനും എന്ത് ചെയ്തു? ഫോളോ ചെയ്തു, പെർഫോം ചെയ്തു. നെക്സ്റ്റ് നോക്കി 8 റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് ബിൽഡ് ബൈ. ാണ് റീജിയണൽ ഹോസ്പിറ്റൽസ് ഇൻഫോം ആയിട്ടുള്ളവർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത്, നിർമ്മിച്ചത് ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. ഇനി നെക്സ്റ്റ് ആണ് അക്ബറിന്റെ പീരീഡ്, അക്ബേഴ്സ് പീരീഡ്. അവിടെയാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. നെക്സ്റ്റ് 9ാമത്തെ അക്ബർ എന്താ കേട്ടില്ല ഞാൻ എന്താ പറഞ്ഞ നിങ്ങള്? സ്ക്രീൻ കാണുന്നില്ലേ? ഇപ്പൊ കാണാമോ? ഓക്കെ മാം. ഓക്കെ. അടുത്ത് 9ാമത്തെ അക്ബറിന്റെ കാലഘട്ടത്തിൽ, അക്ബേഴ്സ് പീരീഡിലാണ് യുനാനി മെഡിസിൻ കൊണ്ടുവന്നത്. ഫാദർ ഓഫ് യുനാനി അക്ബറിന്റെ പീരീഡിലാണ് ഫാദർ ഓഫ് യുനാനി എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആട്ടോ. ഫാദർ ഓഫ് യുനാനി എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് മെഡിസിൻ, ഫാദർ ഓഫ് യുനാനി എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഈ യുനാനി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യുനാനി ചികിത്സ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഈ യുനാനി എന്ന് പറയുന്നത് ഒരു ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. യുനാനി ഇതനുസരിച്ച് നമ്മൾ പറയുന്നത് മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നത്. അതായത് ബ്ലഡ്, രക്തം, രണ്ടാമത്തെ ഫ്ലം, കഫം, പിന്നെ ബൈൽ, പിത്തം, ബ്ലാക്ക് ബൈൽ, കറുത്ത പിത്തം. അങ്ങനെ മനുഷ്യ ശരീരത്തില് യുനാനി ഇതനുസരിച്ച് മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാണ് ഉള്ളത്. രക്തം, കഫം, പിത്തം, കറുത്ത പിത്തം. ഓക്കെ, ബ്ലഡ്, ഫ്ലം, ബൈല്, ബ്ലാക്ക് ബൈൽ. അങ്ങനെ. അപ്പൊ ഇതിന്റെ അളവിലോ സ്വഭാവത്തിലോ ഒക്കെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് രോഗം എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെ ഇത് എന്ത് ചെയ്യണം? ഈ ഒരു 4 സംഗതികളും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഈ 4 ബാലൻസ് ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ 4 അതനുസരിച്ച് ആരൊക്കെ ഇതില് മ്യൂട്ട് ചെയ്യാത്തവരുള്ളതുകൊണ്ട് ഒന്നും ക്ലിയർ ആവുന്നില്ല മാം പറയുന്നത്. മ്യൂട്ട് ചെയ്യട്ടെ എല്ലാവരും. അപ്പൊ നമ്മൾ യുനാനി അക്ബർ പീരീഡിലാണ് യുനാനി മെഡിസിൻ വന്നത്. യുനാനി മെഡിസിൻ എന്താന്ന് പറഞ്ഞത്? യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ നിന്ന് വരുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ഈ യുനാനി ട്രീറ്റ്മെന്റ് അനുസരിച്ച് മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാണ് ഉള്ളതെന്നാ പറയുന്നത്. അതായത് ബ്ലഡ്, രക്തം, ഫ്ലം, കഫം, അടുത്ത പിത്തം, ബൈല്, ബ്ലാക്ക് ബൈല്, കറുത്ത പിത്തം. ഇങ്ങനെ 4 ദ്രവങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ അളവിലോ അല്ലെങ്കിൽ സ്വഭാവത്തിലോ ഒക്കെ ഏറ്റക്കുറച്ചിലോ ഉണ്ടാകുമ്പോഴാണ് അവിടെ രോഗം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഈ രോഗം ആദ്യം എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്തി. ഇപ്പൊ നമ്മള് ബ്ലഡിന്റെ കുറവാണോ അല്ലെങ്കിൽ ബൈല്, പിത്തത്തിന്റെ കുറവാണോ, അങ്ങനെ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഇത് രോഗം എങ്ങനെ ഉണ്ടായെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യണം? 4 ഈ സംഗതികൾ ബാലൻസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ചികിത്സിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ഇതും നമ്മൾ ആയുർവേദമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മെഡിസിൻ, ഈ പച്ചമരുന്നുകൾ തന്നെയാണ് ഇതിന് യുനാനി മെഡിസിനിലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇത് ഒന്നില്ലെങ്കിലും മരുന്നുകൾ പൊടിച്ചോ അല്ലെങ്കിൽ കഷായ രൂപത്തിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാം. ഇവിടെ യുനാനി മെഡിസിന് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇത്രയും മതിയില്. ജസ്റ്റ് നിങ്ങൾ ഇത് ഒന്നുകൂടി നോക്കി. നമ്മള് ഹോസ്പിറ്റൽ എവല്യൂഷനെ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞത്? പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു സിക്ക്
was considered as a professional and spiritual by early rulers. Professional ആയിട്ടുള്ളതും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളതുമായ ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാർ കരുതിയിരുന്നത്. ഇനി സെക്കൻഡിൽ എട്രിയാഡ് പറഞ്ഞു, ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ടീച്ചർ ആയിരുന്നു എട്രിയ. പിന്നെ അടുത്ത തേർഡ് സിസ്രുത. സിസ്രുത ഫാദർ ഓഫ് സർജറി. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ഏതായിരുന്നു? അതെന്തിനെ കുറിച്ചുള്ള ഇത് തന്നെയാണ് നമുക്ക് നോളജ് അബൌട്ട് നോളജ് ഒക്കെ തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് സിസ്രുതിന്റെ ടെക്സ്റ്റ് ആണ് സിസ്രുത സംഹിത എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഞ്ചാമത്തെ ചരകന്റെ കാലഘട്ടത്തിലേക്ക് വന്നു. അദ്ദേഹം ഏതാണ് ആയുർവേദത്തിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളാണ് ചരക എന്ന് പറയുന്നത്. ചരക ആൻഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതാണ് ആയുർവേദം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഏതാ? സംഹിത. അദ്ദേഹത്തിന് എന്താ അറിയപ്പെട്ട? ഫാദർ ഓഫ് ആയുർവേദ. ഫാദർ ഓഫ് ആയുർവേദ. ഓക്കെ. ഇനി നെക്സ്റ്റ് വന്നത് ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് അത് തിരിച്ചു വന്നു. പിന്നെ ഏഴാമത്തെ നോക്കിയ അശോകന്റെ കാലഘട്ടത്തിലാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീനും സെക്ഷൻ ഫോളോ ചെയ്യുന്നത്. ഇനി എട്ടാമത്തെ എന്ന് പറഞ്ഞാൽ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം ആയിട്ടുള്ളവർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്കും വേണ്ടി ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടം. പിന്നെ ലാസ്റ്റ് ഒമ്പതാമത്തെ എന്ന് പറഞ്ഞാൽ അക്ബർ പീരീഡ് ആണ്. അക്ബർ പീരീഡിലാണ് യുനാനി മെഡിസിൻ വന്നത്. ഇത്രയാണ് ഹോസ്പിറ്റൽ എവല്യൂഷനിൽ വരുന്നത്. ഈ ഒരു ചെറിയ കാര്യങ്ങളും കൂടെ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ യുനാനി മെഡിസിന്റെ ചെറിയ നോട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതും തരാം. ആയുർവേദത്തെ കുറിച്ചുള്ള ഒരു ഇതും തരാം കേട്ടോ, നോട്ടും തരാം. അപ്പൊ നമ്മള് ഫാദർ ഓഫ് മെഡിസിൻ ഞാൻ പറഞ്ഞേ, ഫാദർ ഓഫ് മെഡിസിൻ സുശ്രുത. ആയുർവേദ ചരക. യുനാനി അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് യുനാനി ഓക്കെ. ക്ലിയറായോ? ഹിസ്റ്ററിയാണ് മനസ്സിലാക്കി വെക്കുന്നത്. ഇപ്പൊ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പകർക്കാം. എന്നിട്ട് ആ നോട്ട്സ് ഉള്ളത് ആ രണ്ടെണ്ണത്തിന് ചെറിയ നോട്ട് തരാം. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും തരാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സോടുകൂടി ഈ നമ്മുടെ കഴിയും കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്നാലാണ് ലാസ്റ്റ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എടുത്തു. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ. ഇന്ന് ഞാൻ ക്ലാസ് ചെയ്യാണ്. ഓക്കെ. താങ്ക് യു. അതായത് കുത്തിച്ചു. ഹലോ,